ചാപ്റ്റർ 1 മുതൽ ആരംഭിക്കുന്നു. പുതിയ ആൾക്കാരൊക്കെ പേപ്പറും പേനയൊക്കെ എടുത്ത് മാർക്കറ്റിന് മുമ്പിൽ, നമ്മുടെ ക്ലാസ്സിന് മുമ്പിൽ ഇരുന്നാൽ വലിയ ഗുണം ചെയ്യും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഈ പഠിക്കാൻ പോകുന്ന സിലബസ് ചാപ്റ്റർ 1 ഇന്ന് മുതലാണ് നമുക്ക് ഈ സിലബസിന്റെ ആരംഭം. ഇത് ഈ ഒരു സിലബസ് അവസാനിക്കുന്നതിനുള്ളിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും, ഇന്നലെ പറഞ്ഞ റിപ്പീറ്റ് ചെയ്യാണ്, സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എക്സ്ട്രാ ഇൻകം ആവട്ടെ, പ്രധാന വരുമാന മാർഗമാവട്ടെ, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വരുമാനം ഉണ്ടാക്കാനും സമ്പത്ത് വർദ്ധിപ്പിക്കാനും ഈ പഠിക്കാൻ പോകുന്ന സിലബസ് തന്നെ ധാരാളമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതിനപ്പുറത്തേക്ക് പുതിയതായിട്ടൊന്നും പഠിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനൊക്കെ ഒത്തിരി ഫോളോ ചെയ്തിട്ടുള്ള, ലാസ്റ്റ് ക്രോഡീകരിച്ചെടുത്തിരിക്കുന്ന സിലബസ് ആണ്. ഒത്തിരി മെത്തേഡുകളും സ്ട്രാറ്റജികളും ഫോളോ ചെയ്ത് അതിൽ നിന്നും റിസൾട്ട് വരാൻ സാധ്യതയുള്ള മെത്തേഡുകൾ അല്ലെങ്കിൽ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യേണ്ട രീതികളൊക്കെ ഒന്ന് ക്രോഡീകരിച്ചെടുത്തിട്ടുള്ള സിലബസ് ആണിത്. അപ്പോൾ ഇത് ഒന്നും വിടാതെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരില്ല. അതായത് ഒരിക്കലും ലോസ് വരില്ല എന്നല്ല, ലോസ് വന്നാൽ പോലും ലോസിനെ ലിമിറ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ട്രേഡ്, ആവശ്യം ഏത് അനാവശ്യം ഏത് നമ്മൾ പഠിക്കും. അപ്പൊ അനാവശ്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ലാത്ത ട്രേഡുകളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതും ഏറ്റവും നല്ല ഡിസിഷൻസിൽ ഒന്നാണ്. എന്നാൽ മാർക്കറ്റിന്റെ മൂവ്മെന്റ് കിട്ടുന്ന സമയത്ത് നമുക്ക് അഗ്രസീവായിട്ട് ട്രേഡ് എടുക്കുക എന്നുള്ളതും നമുക്ക് നല്ല ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ആണെന്ന് തന്നെ പറയാം. അപ്പോൾ അതനുസരിച്ച് ഇനി പഠിക്കാൻ പോകുന്ന സിസ്റ്റംസ് അല്ലെങ്കിൽ ഇനി പഠിക്കാൻ പോകുന്ന സിലബസ്, മെത്തേഡ്, ഈ ഒരു രീതികൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാർക്കറ്റിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള പ്രോഫിറ്റും സമ്പത്തും ഉണ്ടാക്കിയെടുക്കാം. അതിലൊരു സംശയമില്ല. അപ്പോൾ അതിനാദ്യം വേണ്ടത് സറണ്ടർ ആവുക എന്നുള്ളതാണ്. അതായത് സിസ്റ്റത്തിന് വേണ്ടി അല്ലെങ്കിൽ മാർക്കറ്റിന് മുമ്പിൽ നമ്മളുടെ എല്ലാ ചിന്തകളും, നമ്മളുടെ അറിവുകളും, നമ്മളുടെ എക്സ്പീരിയൻസുകളും, നമ്മളുടെ കാഴ്ചപ്പാടുകളും മാറ്റിവെച്ച് സിസ്റ്റത്തിന് മുമ്പിൽ സറണ്ടർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാം. അതിലൊരു സംശയമില്ല. സറണ്ടർ ആവാനുള്ള മനസ്സ് മാത്രം ഉണ്ടായാൽ മതി. അതില് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടതും തിരിച്ചറിയേണ്ടതുമായിട്ടുള്ള ഒരു വസ്തുത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന 90% ആളുകളും നമ്മളിപ്പോ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഡെറിവേറ്റീവ്സിന്റെ ലോട്ട്സൈസ് കൂട്ടാൻ പോവാണെന്നോ അല്ലെങ്കിൽ എന്തൊക്കെ നിയമങ്ങളും നൂലാമലകളൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നതിന്റെ പ്രധാന ഉദ്ദേശം ഈ മേഖലയിൽ ഇറങ്ങിയിരിക്കുന്ന 90% ആളുകളും പണം നഷ്ടപ്പെടുത്തുന്നവരാണ് അല്ലെങ്കിൽ വിജയിച്ചിട്ടുള്ളവരല്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന മെത്തേഡുകൾ, സ്ട്രാറ്റജികൾ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന അറിവുകൾ ഓക്കെ. അപ്പോ സ്റ്റോക്ക് മാർക്കറ്റിലെ മാർക്കറ്റ് അവൈലബിൾ ആയിരിക്കുന്ന അറിവുകളും മെത്തേഡുകളും സ്ട്രാറ്റജികളും ഒക്കെ ഈ 90% ആളുകളും പരിശ്രമിച്ചിട്ടും അവർക്ക് നേടാൻ പറ്റാതെ പോയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള മെത്തേഡുകളും സ്ട്രാറ്റജികളും ഒക്കെ ആയിരിക്കും. അതൊരു പക്ഷേ സാധാരണക്കാരന്റെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ അതാണ് നല്ലത്, അതാണ് മാർക്കറ്റിൽ റിസൾട്ട് കൊണ്ടുതരിക എന്നായിരിക്കും തോന്നുന്നത്. പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ടത്, അത് ഫോളോ ചെയ്ത് ആരും തന്നെ അവർ ഉദ്ദേശിച്ച രീതിയിൽ അല്ലെങ്കിൽ അത് ഫോളോ ചെയ്തിരിക്കുന്ന പകുതിയിലധികം ആളുകളും അവർ ഉദ്ദേശിച്ച രീതിയിൽ ഒരു റിട്ടേൺ അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടില്ല എങ്കിൽ അത് ഫോളോ ചെയ്യുന്ന നമുക്കും അത് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്ന്. അതായത് ഇപ്പോ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന മെത്തേഡ്, സ്ട്രാറ്റജി, കൺസെപ്റ്റ്, ഈ പേരിട്ട് വിളിക്കുന്ന എന്തും അത് ഫോളോ ചെയ്തിട്ടിരിക്കുന്നവർ, മുമ്പ് ഫോളോ ചെയ്തവർ സക്സസ് ആക്കിയിട്ടുള്ളതാണോ നോക്കുക. അതായത് വിജയികളുടെ പാതകളിലൂടെ നടക്കുമ്പോൾ മാത്രമേ നമുക്കും വിജയം ഉണ്ടാവുള്ളൂ. പരാജിതരുടെ വഴികളിലൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മളും വിജയിക്കാനുള്ള സാധ്യത കുറവാണെന്നുള്ള ആ ഒരു ബേസിക് ഐഡിയ നമ്മുടെ മൈൻഡിൽ ഉണ്ടായാൽ മതി. സക്സസ് ആയിട്ടുള്ള ആളുകളെ ഫോളോ ചെയ്യുമ്പോഴാണ് നമ്മളും സക്സസ് ആകുന്നത്. അതല്ലാതെ ഫെയിലർ ആയിട്ടുള്ള, സക്സസ് ആകാൻ കഴിയാത്ത ആളുകളുടെ മെത്തേഡുകളോ സ്ട്രാറ്റജികളോ അവരുടെ അറിവുകളോ അവരുടെ ഐഡിയകളോ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളും ഒരിക്കലും ഒരു മേഖലയിലും ആ ഒരു സക്സസ് എന്നുള്ള ഒരു ലെവലിലേക്ക് എത്താൻ പറ്റില്ല എന്നുള്ളത് സ്വയം തിരിച്ചറിയണം. അപ്പോൾ മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആയിരിക്കുന്ന മെത്തേഡുകളും കൺസെപ്റ്റുകളും സ്ട്രാറ്റജികളും ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കണം, അത് ഫോളോ ചെയ്ത മുൻഗാമികൾ, മുൻപുണ്ടായിരുന്നവർ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള റിട്ടേൺ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണോ എന്ന് ചിന്തിക്കണം. അപ്പോൾ മെജോറിറ്റി, ഭൂരിപക്ഷത്തിന് എതിരായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് സക്സസ്, പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് നമ്മളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. എന്നോട് പറയുന്നു, ഭൂരിഭാഗം ആളുകളും സക്സസ് ആകാത്ത ഒരു മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റ് എങ്കിൽ ഭൂരിഭാഗം ആളുകളുടെയും ചിന്തകളും പ്രവർത്തികളും
നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്താലും നമ്മളും സക്സസ് ആകാൻ സാധ്യതയില്ല എന്നുള്ളത് തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. നമ്മൾ ആദ്യം ഈ മെജോറിറ്റി ഭൂരിപക്ഷത്തിൽ നിന്നും മാറി നിൽക്കാനും മാറി ചിന്തിക്കാനും മാറി പ്രവർത്തിക്കാനും തയ്യാറാകണം. എങ്കിൽ മാത്രമേ ഈ മേഖലയിൽ നമുക്ക് സക്സസ് ഉണ്ടാവുള്ളൂ. എന്നാൽ നേരെ മറിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്ന 90% ആളുകളും അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വിജയം അല്ലെങ്കിൽ ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് നേടാനും നിലനിർത്താനും കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് എങ്കിൽ ഒരു സംശയം വേണ്ട, അവരുടെ മെത്തേഡുകൾ, അവരുടെ സിസ്റ്റം, അവരുടെ രീതികൾ നമ്മളും ഫോളോ ചെയ്താൽ മതി. ഒരു സംശയം വേണ്ട, നമുക്കും ഒരു പരിധി വരെ നല്ല രീതിയിൽ സക്സസ് ആകാൻ കഴിയും. പക്ഷേ അത്തരം ഒരു കമ്മ്യൂണിറ്റി അല്ല, വിജയിച്ചവരുടെ ഒരു കമ്മ്യൂണിറ്റി അല്ല സ്റ്റോക്ക് മാർക്കറ്റിൽ ഉള്ളത് എന്നുള്ള തിരിച്ചറിവാണ് ആദ്യം വേണ്ടത്. അപ്പോൾ ഈ പൊതുവെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെജോറിറ്റി ഭൂരിപക്ഷത്തിനോടൊപ്പം നിൽക്കാനാണ് നമുക്കും താല്പര്യം. ഈ മൈനർ, അതായത് എന്താ പറയുന്നത്, വളരെ ചുരുങ്ങിയ ഒരു കമ്മ്യൂണിറ്റിയോടൊപ്പം, ആളുകളുടെ എണ്ണം കുറവുള്ള ഒരു കമ്മ്യൂണിറ്റിയോടൊപ്പം നമ്മൾ നിന്നാൽ നമുക്കൊരു സുഖക്കുറവുണ്ടാവും. കാരണം ആ ഓപ്പോസിറ്റ് സൈഡിൽ ഒത്തിരി ആളുകളുണ്ടല്ലോ, ഇവിടെ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. അപ്പൊ ഇത് ശരിയാണോ എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മൾ പോകും. ഇതാദ്യം തിരിച്ചറിയേണ്ടത്, അവർക്ക് സക്സസ് ആവാൻ പറ്റിയില്ലെങ്കിൽ, അതായത് മെജോറിറ്റി ആളുകൾക്ക് സക്സസ് ആവാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അവരെ കൂടെ കൂടിയിട്ട് എന്താ കാര്യമുള്ളതെന്ന് സ്വയം ചിന്തിക്കുക. അപ്പോ ഈ 90% ആളുകളുടെ മൈൻഡ് സെറ്റോ ചിന്താരീതികളോ അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകളോ അവർ മാർക്കറ്റിൽ ഫോളോ ചെയ്യുന്ന സിസ്റ്റംസോ മതിയാകാതെ വരും നമുക്ക് സക്സസ് ആവാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് നടക്കാനും ആൾക്കൂട്ടത്തിനെതിരെ ഓപ്പോസിറ്റ് അവരുടെ ഒപ്പം അല്ലാതെ അവരിൽ നിന്ന് മാറി നടക്കാനുള്ള മൈൻഡ് സെറ്റ് ആർജിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അത് അംഗീകരിച്ചേ മതിയാവൂ, കാരണം അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. കാരണം നമ്മുടെ മുമ്പിൽ അതിന്റെ തെളിവുകളാണ് മുമ്പിൽ ഒരുപാടുള്ളത്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും എത്രയൊക്കെ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ടും അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു സക്സസ് നേടാൻ കഴിയുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം അവരുടെ വഴികളിലൂടെ, അവരുടെ ചിന്തകളിലൂടെ, അവരുടെ രീതികളിലൂടെ പോയിട്ട് നമുക്ക് കാര്യമില്ല എന്നുള്ളതാണ്. ഇത് തിരിച്ചറിഞ്ഞിട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആകാനായിട്ട് നമ്മളും പരിശ്രമിക്കേണ്ടത്. കാരണം സക്സസ് ആകാനായിട്ട് അപ്പൊ എന്ത് ചെയ്യണം എന്നുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ പോകും. 90% ആളുകളും സക്സസ് ആയിട്ടുള്ള ആളുകളല്ല എങ്കിൽ സക്സസ് ആകാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വിജയിച്ചവരുടെ വഴികളിലൂടെ മാത്രമേ നമുക്ക് നടക്കാവുള്ളൂ. പക്ഷെ വിജയിച്ചവരുടെ എണ്ണം കുറവാണെങ്കിൽ അത്തരം ആളുകളുടെ രീതികളോ അവരുടെ സിസ്റ്റമോ അവരുടെ മൈൻഡ് സെറ്റോ ഒന്നും അറിയാൻ നമുക്കൊരു പക്ഷേ പഴയതുപോലെ അല്ലെങ്കിൽ അതുപോലെ സാധിച്ചോളണം എന്നില്ല. കാരണം അവരുടെ എണ്ണം വളരെ കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോ നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്, സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാം, സ്റ്റോക്ക് മാർക്കറ്റ് എന്നല്ല, ലോകത്തിലെ ഏതൊരു മേഖലയിൽ വിജയിക്കണമെങ്കിലും, ലോകത്തിലെ ഏതൊരു മേഖലയിൽ വിജയിക്കണമെങ്കിലും നമ്മളുടെ അപ്രോച്ച്, നമ്മളുടെ സമീപനത്തിലാണ് മാറ്റം വരേണ്ടത്. നമ്മുടെ സമീപനത്തില്. കാരണം നമുക്കറിയാം, ഏതൊരു മേഖലയിൽ എടുത്താലും നമ്മളുടെ ഇഷ്ടത്തിന്, നമ്മളുടെ താല്പര്യത്തിന്, നമ്മളുടെ സൗകര്യത്തിന് പ്രവർത്തിച്ചാൽ ചിലപ്പോൾ അവിടെ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചോണമെന്നില്ല. അതായത് ലോകത്തിലെ ഏതൊരു മേഖലയിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാലും നമ്മളുടെ സ്വപ്നം അനുസരിച്ച്, അനുസരിച്ച് നമ്മളുടെ താല്പര്യം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മളുടെ താല്പര്യത്തിനനുസരിച്ച്, നമ്മളുടെ രീതിക്കനുസരിച്ചുള്ള ഒരു അപ്രോച്ച് അല്ലെങ്കിൽ സമീപനം എല്ലാ മേഖലയിലും നമുക്ക് വിജയം കൊണ്ട് തന്നോളണമെന്നില്ല. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡിസിപ്ലിനോട് കൂടിയുള്ള സമീപനം, അപ്രോച്ചാണ് ഏതൊരു മേഖലയിലും ഏതൊരു തൊഴിലിലും ഏതൊരു സ്ഥലത്തും നമ്മളെ വിജയിപ്പിക്കുന്നത്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, അതായത് നമ്മളുടെ ഇഷ്ടമല്ല അവിടെ ഇമ്പോർട്ടൻസ്. ആ ഒരു ഏരിയയിൽ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു നേട്ടം ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ച് ഞാൻ മാറേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതായത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡിസിപ്ലിനോട് കൂടിയുള്ള ഒരു സമീപനമാണ് മാർക്കറ്റിൽ നമുക്ക് വിജയം കൊണ്ട് തരുന്നത് എന്നുള്ളത് തിരിച്ചറിയാം. അപ്പോ മാർക്കറ്റിൽ നല്ല എവിടെയും. അപ്പോൾ എങ്ങനെയാണ് ഈ സിസ്റ്റം അല്ലെങ്കിൽ ഡിസിപ്ലിൻ ഉണ്ടാകുന്നത് എന്നുള്ള പ്രശ്നം വരുന്നത്? അതായത് നമ്മൾക്ക് അറിയില്ല നമ്മളുടെ ശരി എന്താണ്, നമ്മളുടെ തെറ്റ് എന്താണ്, നമ്മൾ ശരിയായ പാതയിലൂടെയാണോ നമ്മൾ തെറ്റായ പാതയിലൂടെയാണോ പോകുന്നത് നമുക്കറിയില്ല. അത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ, നമ്മളുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡിസിപ്ലിനോട് കൂടിയുള്ള സമീപനമാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്ന് അറിയണമെങ്കിൽ നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുമ്പോൾ മാത്രമാണ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുമ്പോൾ മാത്രമാണ് ഏതൊരു സ്ഥലത്തും ഏതൊരു മേഖലയിലും നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഡിസിപ്ലിനോട് കൂടി പോകാൻ പറ്റുന്നത്. റൂൾസ് ആൻഡ് റെഗുലേഷൻ, അതായത് നമുക്ക് നന്നായിട്ട് അറിയാം ചില ചട്ടക്കൂടുകളും നിബന്ധനകളുമാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻ.
അത് ചെയ്യരുത്, അതേ ചെയ്യാവൂ, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യാവൂ, ഇങ്ങനെയുള്ള നിബന്ധനകളും ചട്ടക്കൂടുകളുമാണ് ശരിക്കും പറഞ്ഞാൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ പൊതുവെ നമ്മളെപ്പോലുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ ചട്ടക്കൂടുകൾ അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതല്ലെങ്കിൽ നിബന്ധനകൾ നമുക്ക് വലിയ സുഖകരമല്ല എപ്പോഴും. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്ക് ഒട്ടും താല്പര്യമുള്ള കാര്യമല്ല. നമ്മൾക്കെന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മളുടെ മൈൻഡ് സെറ്റിന്, നമ്മുടെ കംഫർട്ട് സോണിന് ഒട്ടും ഇഷ്ടമല്ല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു ഇഷ്ടക്കേടിനെ ഇഷ്ടമാക്കി മാറ്റലാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യല്. അതായത് നമുക്ക് താല്പര്യമില്ലെങ്കിൽ പോലും അതാണ് നമുക്ക് നല്ലത് എങ്കിൽ അതിനെ ഫോളോ ചെയ്യുന്നതിനാണ് ഇഷ്ടക്കേടിനെ ഇഷ്ടമാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ. അതായത് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്, പക്ഷെ എൻ്റെ നന്മയ്ക്ക് വേണ്ടി, എൻ്റെ കൂടെ ഇരിക്കുന്നവരുടെ നന്മയ്ക്ക് വേണ്ടി അത് ഞാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെ ഇഷ്ടത്തോടെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ. എൻ്റെ താല്പര്യമോ എൻ്റെ ഇഷ്ടമോ അല്ല അവിടെ ആ രീതിയിലാണ് ഞാൻ പോകേണ്ടതെങ്കിൽ. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും അധികം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ളത് റോഡുകളിലാണ്. അതായത് ഗതാഗതം, വാഹനമൊക്കെ ഓടിക്കുമ്പോഴും അതുപോലെ റോഡുകളിലൊക്കെയാണ് ഒത്തിരി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉള്ളത്. അപ്പോൾ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പലപ്പോഴും നമുക്ക് ചിലപ്പോൾ ഇഷ്ടക്കേട് ഉണ്ടാക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കത് താല്പര്യമില്ലായിരിക്കാം, ഇഷ്ടമല്ലായിരിക്കാം. പക്ഷേ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുമ്പോഴാണ് നമ്മൾ അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നതും നമ്മൾക്കും മറ്റുള്ളവർക്കും ഒരു പരിധിയിലധികം നമുക്കവിടെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ നമുക്ക് അവിടെ സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നത് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുമ്പോഴാണ്. അതല്ല, ഇപ്പൊ കണ്ടിട്ടുണ്ട് ചില ചെറുപ്പക്കാർ പിള്ളേരൊക്കെ വാഹനം തോന്നിയ പടി അവരുടെ ഇഷ്ടമനുസരിച്ച് റോഡിലൂടെ ഓടിച്ചു പോകുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അവിടെ അവർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഫോളോ ചെയ്യുന്നില്ല, അവരുടെ തോന്നിയ രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് അവിടെ മുന്നോട്ട് പോകുന്നത്. അപ്പോ ആ ഒരു മുന്നോട്ട് പോക്ക് തീർച്ചയായിട്ടും അവർക്കും മറ്റുള്ളവർക്കും അപകടകരം തന്നെയാണ് എന്ന് തിരിച്ചറിയുക. അപ്പോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഇഷ്ടമാണോ അല്ലേ എന്നുള്ളതല്ല, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടെന്നാണ് തിരിച്ചറിഞ്ഞ് സ്റ്റോക്ക് മാർക്കറ്റിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാൻ നമുക്ക് നോക്കാം. സ്റ്റോക്ക് മാർക്കറ്റിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാൻ നോക്കാം. ഗോൾഡൻ റൂൾസുകൾ, അതായത് എപ്പോഴും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് മിക്കപ്പോഴും നന്മയെ സംഭവിക്കുള്ളൂ. അതിനായിട്ട് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഞാൻ ഇറങ്ങി പുറപ്പെടുന്നത് എന്താണ്, സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് എന്താണ് ഞാൻ ലക്ഷ്യമിടുന്നത് എന്ന് കൃത്യമായിട്ടൊരു കാഴ്ചപ്പാടുണ്ടാകും. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ 3 ലക്ഷ്യത്തോടു കൂടിയാണ് ഇറങ്ങുന്നത്. ലക്ഷ്യം ബേസ് ഒന്ന് തന്നെയാണ്, പക്ഷേ 3 കാഴ്ചപ്പാടോട് കൂടിയാണ് ഇറങ്ങുന്നത്. ഒന്ന്, സ്റ്റോക്ക് മാർക്കറ്റിനെ ഒരു പ്രൊഫഷൻ ആക്കി മാറ്റാണ് എൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ എൻ്റെ ഉദ്ദേശം. 2, എനിക്ക് പ്രൊഫഷൻ ആക്കി മാറ്റാൻ പറ്റുന്നില്ല, മറ്റൊരു ജോലിയോ ബിസിനസ്സോ എനിക്കുണ്ട്, അതിനോടൊപ്പം തന്നെ ഒരു എക്സ്ട്രാ ഇൻകം എന്നുള്ള രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ ഞാൻ സമീപിക്കുന്നു. ഇത് രണ്ടും അല്ലാത്തൊരു കൂട്ടരുണ്ട്. എനിക്ക് മാർക്കറ്റിൽ ഒരു വരുമാനം അല്ല വേണ്ടത്, ഒരു പ്രൊഫഷനും അല്ല വേണ്ടത്, എനിക്ക് കിട്ടുന്ന സമ്പത്ത്, എനിക്ക് കിട്ടുന്ന വരുമാനം വർദ്ധിപ്പിക്കാൻ സ്റ്റോക്ക് മാർക്കറ്റിനെ ഉപയോഗിക്കുക. കാരണം നമ്മൾ ബേസിക് ക്ലാസ്സിൽ പഠിച്ചു സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ ഒന്നാണ് അസാമാന്യ വളർച്ചാ സാധ്യതയുള്ള ഒരു ഇൻഡസ്ട്രിയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പൊ അങ്ങനെ 3 കാഴ്ചപ്പാടോട് കൂടിയാണ് ഒരാൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് സാധാരണ ഇറങ്ങാറുള്ളത്. ഇതിലേതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് എന്നുള്ളത് കൃത്യമായിട്ടൊരു ഉത്തരം ആദ്യം കണ്ടെത്തണം. അതായത് ഒരു പ്രൊഫഷനാക്കി മാറ്റുക, അതായത് ഒരു പ്രൊഫഷണൽ ട്രേഡർ, സ്റ്റോക്ക് മാർക്കറ്റിനെ ഒരു പ്രൊഫഷനാക്കി മാറ്റുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് മാർക്കറ്റിലെ എല്ലാ സെഗ്മെന്റിലും അദ്ദേഹം മാസ്റ്റേഴ്സ് ആകണം. അതായത് ഇൻട്രാഡേ, സ്വിംഗ് ട്രേഡിംഗ്, ഷോർട്ട് ടൈം ട്രേഡിംഗ്, ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്, ഇങ്ങനെ എല്ലാ സെഗ്മെന്റിലൂടെയും നമുക്കൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാനും സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള ഒരു സ്കിൽ ആർജിക്കേണ്ടിയിരിക്കുന്നു ഈ കൂട്ടർ. എന്നാൽ എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി മാർക്കറ്റിനെ സമീപിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇൻട്രാഡേക്ക് അധികം ഫോക്കസ് കൊടുക്കാതെ, കാരണം നമുക്കറിയാം ഇൻട്രാഡേ എന്ന് പറയുന്ന സെഗ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന സെഗ്മെന്റ് ആണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻട്രാഡേ എങ്കിൽ പോലും നമ്മളുടെ ശ്രദ്ധയും നമ്മളുടെ എന്താ പറയുന്നത് അറ്റൻഷൻ ഏറ്റവും അധികം വേണ്ട ഒരു സെഗ്മെന്റ് ആണ് ഇൻട്രാഡേ. അപ്പൊ അത് കാര്യമായിട്ട് കൊടുക്കാൻ ഒരു പക്ഷേ എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി മറ്റൊരു ജോലിയോ ബിസിനസ്സോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്രയും ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ ചിലപ്പോൾ സാധിച്ചോളണമെന്നില്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇൻട്രാഡേ അത്രയധികം ശ്രദ്ധിക്കാതെ അവരുടെ ക്യാപിറ്റലും അതുപോലെ തന്നെ അവരുടെ ഈ സമയവും സ്വിംഗ് ട്രേഡിങ്ങിനും ഷോർട്ട് ടൈം ട്രേഡിങ്ങിനുമായിട്ട് മാറ്റേണ്ടിയിരിക്കുന്നു. പക്ഷേ പ്രൊഫഷനായിട്ട് വരുന്ന ഒരാളെ പ്രൊഫഷനായിട്ട് മാർക്കറ്റിനെ കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭൂരിഭാഗം സമയവും മാർക്കറ്റിന് മുമ്പിൽ സ്പെൻഡ് ചെയ്യാൻ
അവർക്ക് സാധിക്കും. പ്രധാന വരുമാനം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നാണ് ആർജിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ സെഗ്മെന്റിലും സ്കിൽഡ് ആവണം. കാരണം ചില ദിവസങ്ങളിൽ ഇപ്പൊ ഇന്ന് കണ്ട പോലെയൊക്കെ മാർക്കറ്റിൽ ഇൻട്രാഡേക്ക് ചിലപ്പോൾ നമുക്ക് കാര്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കണ്ടു എന്ന് വരില്ല. അപ്പൊ ആ ദിവസങ്ങളിൽ ഇൻട്രാഡേ ചെയ്യാതെ നമുക്ക് മറ്റൊരു സ്റ്റോക്കിനെ കാണുമ്പോൾ നമുക്കൊരു ഷോർട്ട് ടൈം ട്രേഡിങ്ങോ അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ്ങോ അതല്ലെങ്കിൽ മറ്റൊരു സെഗ്മെന്റിൽ നമുക്ക് ഇൻട്രാഡേ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് കഴിവുണ്ടാവണം. കാരണം ഒരു സ്റ്റോക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻട്രാഡേക്ക് പറ്റുമോ, സ്വിംഗ് ട്രേഡിങ്ങിന് പറ്റുമോ, അതല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന് പറ്റുമോ എന്ന് ഒറ്റയടിക്ക് തിരിച്ചറിയുന്ന രീതിയിലേക്ക് നമ്മൾ സ്കിൽഡ് ആകുന്ന ഒരു വ്യക്തിക്കാണ് ഒരു പ്രൊഫഷൻ ആക്കി മാറ്റാൻ കഴിയുകയുള്ളൂ. അപ്പോൾ എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റ്മെന്റും ഷോർട്ട് ടൈം ട്രേഡിങ്ങും അതുപോലെ തന്നെ നമ്മുടെ സ്വിംഗ് ട്രേഡിങ്ങിനും ഫോക്കസ് ചെയ്തുകൊണ്ട് സമയം കിട്ടുകയാണെങ്കിൽ മാത്രം ഇൻട്രാഡേ ചെയ്യുന്ന ലെവലിലേക്ക് മാറ്റണം. അതുപോലെയല്ല, ഇത് രണ്ട് രീതിയിലുമല്ല എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി മാർക്കറ്റിനെ സമീപിക്കുന്നവർ ഫോളോ ചെയ്യേണ്ടത്. അവർ ഈ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രം മാർക്കറ്റിൽ ഇറങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവർക്ക് ജോലിയോ ബിസിനസിന്റെയോ നല്ല തിരക്കിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ മുഴുവൻ സമയം പോയിട്ട് ഒരു ദിവസം ചിലപ്പോൾ ഇരിക്കാൻ പോലും പറ്റിയില്ല എന്ന് വരും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന സമ്പത്ത്, അവർക്ക് കിട്ടുന്ന പണം സ്റ്റോക്ക് മാർക്കറ്റിലൂടെ നല്ല ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വലിയ രീതിയിൽ സമ്പത്ത് വർദ്ധിപ്പിക്കാനായിരിക്കും അവരുടെ ആഗ്രഹം. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻട്രാഡേ അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡിംഗ് ഷോർട്ട് ടൈം ട്രേഡിംഗിലൊന്നും ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. നല്ല കമ്പനികളെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് നല്ല എൻട്രി ഏരിയ എവിടെയാണോ എന്ന് കണ്ടെത്തി അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. പിന്നീട് അത് ട്രെൻഡ് റിവേഴ്സ് ആയാൽ മാത്രം എക്സിറ്റ് ചെയ്യും. അതല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഗ്രോത്ത് റിട്ടേൺ കിട്ടുന്നവരെ കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങുന്നവർ ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലാക്കാം, ഓരോ കാഴ്ചപ്പാടിനും അതത് രീതിയിലുള്ള ട്രേഡിംഗ് മെത്തേഡുകളും കൺസെപ്റ്റുകളും സ്ട്രാറ്റജികളുമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതല്ലാതെ സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇറങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇൻട്രാഡേ, സ്വിംഗ് ട്രേഡിംഗ്, ഓപ്ഷൻ ബൈങ്, ഓപ്ഷൻ സെല്ലിംഗ് അതുപോലെ തന്നെ എല്ലാ സെഗ്മെന്റിലും ശ്രദ്ധ കൊടുക്കേണ്ടതും സ്കിൽഡ് ആക്കേണ്ടതുമായിട്ടുള്ള ആവശ്യമില്ല. എന്നാൽ പ്രൊഫഷണലായിട്ട് മാർക്കറ്റിനെ സമീപിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെ എല്ലാ സെഗ്മെന്റിലും അവർ ഫോക്കസ് ചെയ്യണം. അവിടെ എല്ലാം അവർ മാസ്റ്റേഴ്സ് ആകേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആവാൻ ഞാൻ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ലക്ഷ്യമിടുന്നത് എന്നുള്ളതിന് കൃത്യമായിട്ടൊരു ഉത്തരം നമ്മൾ കണ്ടെത്തണം. അതനുസരിച്ചായിരിക്കണം സ്റ്റോക്ക് മാർക്കറ്റിലുള്ള നമ്മുടെ അപ്രോച്ച്, നമ്മുടെ സമീപനം നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. ഇത് വളരെ നിർബന്ധമാണ്. അപ്പോൾ മറ്റൊരാളുടെ ലക്ഷ്യസാധ്യത്തിന് വേണ്ടി മറ്റൊരാൾ പോകുന്നത് പോലെയല്ല സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഞാൻ ഇറങ്ങേണ്ടത്. എൻ്റെ ലക്ഷ്യം എന്താണ്, എൻ്റെ ആവശ്യം എന്താണ്, ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ്, ഇതനുസരിച്ചുള്ള ട്രേഡിംഗ് രീതികളും മെത്തേഡുകളും കൺസെപ്റ്റുകളും ഡിസൈൻ ചെയ്യുമ്പോഴാണ് മാർക്കറ്റ് എൻ്റെ ആവശ്യത്തിന് അനുകൂലമായിട്ട് എനിക്ക് റിസൾട്ട് കൊണ്ടുതരുന്നത്. ഇത് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ തിരിച്ചറിയേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ഒന്നുകൂടെ പറയുന്നു, 90% ആളുകളും പരാജയപ്പെട്ടവരാണെന്ന് തിരിച്ചറിഞ്ഞ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് രണ്ടാമത്തെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത്. 90% ആളുകളും പരാജയപ്പെട്ട് അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സക്സസ് നേടാൻ കഴിയാത്ത മേഖലയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ യാഥാർത്ഥ്യ ബോധം എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവണം. അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങുന്നത് സക്സസ് ആകാൻ വേണ്ടിയിട്ടാണെന്നും ഒരു ഷോർട്ട് ടൈം സക്സസ് ഒരു മേഖലയിലും, അതായത് പെട്ടെന്നുള്ള വളർച്ച എന്ന് പറയുന്നത് അതൊരു ബബിൾ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടെ ഞാൻ സ്കിൽഡ് ആയി അതിനനുസരിച്ചുള്ള ഒരു വളർച്ചയാണ് ലക്ഷ്യമിടുന്നത് തിരിച്ചറിഞ്ഞിട്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. അതുപോലെ തന്നെ ലോകത്തിലെ ഏതൊരു മേഖലയിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാലും ശരി, ഏതൊരു മേഖലയിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോഴും ശരി, അതത് മേഖലയിൽ വൈദഗ്ധ്യം, സ്കിൽ നേടുമ്പോഴാണ് ആ മേഖലയിൽ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സമ്പത്തും വരുമാനവും നേടാൻ കഴിയുക. എവിടെ വേണമെങ്കിലും ഏത് മേഖലയിൽ തിരിച്ചാലും ശരി, അവിടെ വിദഗ്ധനാകുമ്പോഴുണ്ടാകുന്ന നമ്മളുടെ നേട്ടങ്ങളായിരിക്കില്ല ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ചിന്തിക്കുക, ഞാനിപ്പോ ഒരു ഡോക്ടർ ആവാൻ തീരുമാനിച്ച്, ഒരു കാർഡിയോളജിസ്റ്റ് ആകാൻ തീരുമാനിച്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇന്ന് നമ്മുടെ നാട്ടിലെ ഹൃദ്രോഗങ്ങൾ ഒരുപാട് കൂടുന്നതാണ്. അപ്പോൾ കാർഡിയോളജിസ്റ്റിന് എപ്പോഴും നല്ല ഡിമാൻഡ് ഉള്ള ഒരു നാടാണ് നമുക്കറിയാം. അപ്പോൾ ഒരു കാർഡിയോളജിസ്റ്റ് ആകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ അവിടെ ഒരു വൈദഗ്ധ്യം നേടണമെങ്കിൽ, സ്കിൽ ആർജിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു വിദഗ്ധനാകണമെങ്കിൽ എത്ര കാലത്തെ പരിശ്രമം കൊണ്ടാണ് അത് സാധിക്കുക എന്ന് തിരിച്ചറിയണം. ഈ സാധ്യത കണ്ടുകൊണ്ട് ഞാൻ ഇറങ്ങി എനിക്ക് അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ, അടുത്ത മാസങ്ങൾക്കുള്ളിൽ തന്നെ എനിക്കൊരു കാർഡിയോളജിസ്റ്റ് ആകണം എന്ന് ആഗ്രഹിക്കുന്നത് അത് എൻ്റെ മാത്രം വിഡ്ഢിത്തരമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതായത് ഏതൊരു മേഖലയിലും വൈദഗ്ധ്യം നേടുക എന്നുള്ളത് നിരന്തരമായിട്ടുള്ള പ്രവൃത്തിയുടെ ഫലമാണ് വിദഗ്ധനാവുക എന്നുള്ളത്.
എന്ത് കാര്യം ചെയ്യുമ്പോഴും വിദഗ്ധനാവുക എന്ന് പറഞ്ഞാൽ അത് നിരന്തരം ആവർത്തിച്ച് തെറ്റില്ലാതെ ആവർത്തിച്ച് ശരിയായ രീതിയിലൂടെ ചെയ്യുമ്പോഴാണ് നമ്മളവിടെ വിദഗ്ധനാകുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഉൾപ്പെടെ ഏതൊരു മേഖലയിലും വൈദഗ്ധ്യം നേടുന്നത് നമ്മൾ നിരന്തരം ആവർത്തിച്ച് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇവിടെയും സ്റ്റോക്ക് മാർക്കറ്റിൽ വിദഗ്ധനാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം 3 കാര്യങ്ങളെ നമ്മൾക്ക് വൈദഗ്ധ്യം നേടേണ്ടതുള്ളൂ. ഒന്നാമത്, നമ്മൾ ട്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻഡെക്സ് അല്ലെങ്കിൽ സ്റ്റോക്ക്, ഇതിന്റെ മൂവ്മെന്റ് ഏത് ഡയറക്ഷനിലേക്കാണോ, മുകളിലേക്കാണോ താഴേക്കാണോ സൈഡ് വേസ് ആണോ ഇത് തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യത്തെ വൈദഗ്ധ്യം നേടേണ്ട ഏരിയ. അതിനുശേഷം ഏത് ഡയറക്ഷനിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കിയതിനു ശേഷം മിനിമം റിസ്കിൽ മാക്സിമം പ്രോഫിറ്റ് കിട്ടാനായിട്ട് എവിടെ എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് ചെയ്യണം, ഈ കാര്യങ്ങളിൽ, ഈ 3 കാര്യങ്ങളിൽ, അതായത് ഒരു സ്റ്റോക്കിന്റെ അല്ലെങ്കിൽ ഇൻഡെക്സിന്റെ മൂവ്മെന്റ് ഏത് ഡയറക്ഷനിലേക്കാണെന്ന് മനസ്സിലാക്കുക, അതിനുശേഷം ആ ഡയറക്ഷനിലേക്കുള്ള മൂവ്മെന്റ് പ്രോഫിറ്റ് ആക്കി മാറ്റാൻ എവിടെ എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് ചെയ്യണം എന്നുള്ളത് പഠിക്കേണ്ടതുള്ളൂ. ഇത്രയും ഈ 3 കാര്യങ്ങളിൽ നമ്മൾ വൈദഗ്ധ്യം നേടേണ്ടതുള്ളൂ. അതല്ലാതെ മറ്റൊന്നിലെ പറ്റിയും, ഞാൻ വീണ്ടും പറയുന്നു, അറിയാതെ പറയുന്നതല്ല, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്, മറ്റൊരു കാര്യത്തിലും നമ്മൾ വൈദഗ്ധ്യം നേടേണ്ടതിന്റെ ആവശ്യകതയില്ല. അതായത് ഇപ്പൊ ഞാനൊരു സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ അത് ഇത്ര ദിവസം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എത്ര ചാർജ് വരും, അതിന് എത്ര ടാക്സ് വരും, അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്ക് ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഇപ്പൊ ഡിവിഡൻഡ് വരുമോ, ഇതൊന്നും നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല. കഴിഞ്ഞ വർഷം എത്രത്തോളം ഡിവിഡൻഡ് വന്നു, ബോണസ് ഡിക്ലെയർ ചെയ്യുക, ഇതൊന്നും നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഏത് ഡയറക്ഷനിലേക്ക് പോയാൽ മിനിമം റിസ്കിൽ മാക്സിമം പ്രോഫിറ്റ് കിട്ടാൻ എവിടെ എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് ചെയ്യണം, ഈ ഒരു കാര്യത്തിലെ വൈദഗ്ധ്യം നേടേണ്ടതുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ ഒരു കാര്യത്തിലെ ഞാൻ വിദഗ്ധനായിട്ടുള്ളൂ. ഒരു പക്ഷേ ചില ബേസിക് കാര്യങ്ങൾ ചോദിച്ചാൽ പോലും എനിക്കറിയില്ല. കാരണം പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇന്ന പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാണ് ഞാനത് സ്റ്റോപ്പ് ലോസ് റൈഡ് ചെയ്യേണ്ടത്, മീൻസ് സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ GTT ഓർഡർ ഇട്ട് വെക്കേണ്ടതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അതുപോലെ തന്നെ ഇപ്പൊ പോലും ഒരു സംശയം വന്നു, സെബി ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ, അതെങ്ങനെ നമ്മളെ എഫക്ട് ചെയ്യും, എനിക്കറിയില്ല. കാരണം ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാറില്ല. അങ്ങനെ കൊണ്ടുവന്നാലും മറ്റൊരു സോഴ്സ് നമ്മുടെ മുമ്പിൽ ഉണ്ടാകും. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും പൂർണ്ണമായിട്ട് അങ്ങ് ഒഴിവാക്കാനൊന്നും സാധിക്കില്ല, മാർക്കറ്റിനൊന്നും അല്ലെങ്കിൽ നിയമത്തിനൊന്നും ഒഴിവാക്കാൻ സാധിക്കില്ല. അതിന് ചിലപ്പോൾ ഒരു പക്ഷേ ഇത് കൊണ്ടുവരും, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഒരു കൺട്രോൾ കൊണ്ടുവരും, അത് സ്വാഭാവികമാണ്. പക്ഷെ എല്ലാവർക്കും പൂർണ്ണമായിട്ടൊന്നും മാറ്റി നിർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുവരില്ല. കാരണം നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇതിനേക്കാൾ ഒന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം ഇതിനു മുമ്പായിരുന്നു. ഇൻട്രാഡേ ചെയ്യുമ്പോൾ നമുക്ക് ലിവറേജ് 20 ടൈംസും 10 ടൈംസ് ഒക്കെ ലിവറേജ് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഒത്തിരി കാലമൊന്നും ആയിട്ടില്ല, 1-2 വർഷമേ ആയിട്ടുള്ളൂ ഈ ലിവറേജ് എടുത്തു കളഞ്ഞ് ഈ 5 ടൈംസ് 5 ഇരട്ടി വരെ ലിവറേജ് ആയ സമയം വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് ഇൻട്രാഡേ ചെയ്യുന്നവരൊക്കെ ഈ 20 ഇരട്ടി വരെ, നമ്മുടെ കയ്യിൽ 100 രൂപയുണ്ടെങ്കിൽ 2000 രൂപയ്ക്കുള്ള സ്റ്റോക്കുകളൊക്കെ എൻട്രി എടുക്കാൻ പറ്റുമായിരുന്നു ഇൻട്രാഡേയിൽ. 20 ടൈംസ് 20 ഇരട്ടി വരെ ലിവറേജ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. അധികമായില്ല, വെറും 2 വർഷമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ചിന്തയിലുണ്ടായിരുന്നു, ഇതിന്റെ ഈ 20 ഇരട്ടിയൊക്കെ ലിവറേജ് എടുത്ത് കഴിയുമ്പോൾ പിന്നെ ആരാണ് ഇൻട്രാഡേയിൽ നിൽക്കുന്നത് എന്നുള്ളത്. ആരുടെയെങ്കിലും എണ്ണം കുറഞ്ഞോ? ഇല്ല. നമ്മൾ അതിന്റെ അനുസരിച്ച് നമ്മളുടെ ശൈലി മാറ്റി, അത്രേ ഉള്ളൂ. അല്ലാതെ പുതിയ നിയമം വരുമ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്ന് പിന്മാറുമെന്നൊന്നും നമ്മൾ വിചാരിക്കുന്നു വേണ്ട. നമ്മളും അതിനുള്ള സൊല്യൂഷനുമായിട്ടായിരിക്കും നമ്മൾ തിരിച്ചെത്തുന്നത്. കാരണം നമ്മുടെ ലൈഫിലൊക്കെ അത് നമ്മൾ നല്ലോണം അനുഭവിച്ചറിഞ്ഞാണ്. കാരണം പെട്രോളിന്റെ വില കൂടുമ്പോൾ, ഡീസലിന്റെ വില കൂടുമ്പോൾ, അല്ലെങ്കിൽ ഗ്യാസിന്റെ വില കൂടുമ്പോഴൊക്കെ നമ്മൾ ആശങ്കപ്പെട്ടിട്ടുണ്ട്, ഇതിന്റെ വില എങ്ങനെ കൂടിപ്പോയി, എങ്ങനെ ജീവിക്കുന്നു. പക്ഷെ ഇതിന്റെ പേരിൽ ആരുടെയും ജീവിതം തകർന്നിട്ടില്ല എന്ന് നമുക്കറിയാം. പെട്രോളിന്റെ വില കൂടിയതിന്റെ പേരിലോ, അല്ലെങ്കിൽ ഡീസലിന്റെ വില കൂടിയതിന്റെ പേരിലോ, അല്ലെങ്കിൽ ഗ്യാസിന്റെ വില കൂടിയതിന്റെ, ഇതൊക്കെ നമ്മൾ നിത്യോപയോഗ സാധനങ്ങളാണ്. കറണ്ടിന്റെ വില കൂടി, ഇതൊന്നും നമ്മളൊന്നും തകർത്തിട്ടില്ല. അതിന്റെ വില കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അതനുസരിച്ച് ആ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യത്തക്ക രീതിയിൽ വരുമാനം നേടാൻ നമ്മളും ആർജിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ മാത്രം ആശങ്കയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതിനേക്കാൾ നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ചിലപ്പോൾ ഭാവിയിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഇത്തരം ആശങ്കകളോ ഇത്തരം കാര്യങ്ങളോ സത്യത്തിൽ ഞാൻ ശ്രദ്ധിക്കാറേ ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ സെബിയുടെ ഒരു പുതിയ നിയമം വരുമ്പോൾ പലപ്പോഴും ഞാൻ റഹീഷ് ഡോക്ടറെ ആശ്രയിക്കും, എന്താ ഡോക്ടറെ ആ ഒരു നിയമം വരുന്നത്, എനിക്കത് അറിയില്ല എന്ന് പറയും. അതുപോലെ തന്നെ ഇനി ഡോക്ടർക്ക് അറിയാത്താണെങ്കിൽ നമ്മുടെ മറ്റേതെങ്കിലും ബ്രോക്കറേജ്, ഇപ്പൊ ജിയോജിത്തിന്റെ ആണെങ്കിലും അവരുടെ ബ്രോക്കറുടെ ആൾക്കാരെ പരിചയമുണ്ട്, സെറോദയുടെ ആൾക്കാരെ പരിചയമുണ്ട്, പല ബ്രോക്കറേഴ്സിനെയും പരിചയമുണ്ട്. അവരുടെ എക്സിക്യൂട്ടീവിനോട് അല്ലെങ്കിൽ അവരുടെ ഓഫീസിലേക്ക് ഞാൻ ചോദിക്കും, ഇതെന്നാ സംഭവം എന്ന് ചോദിക്കും. ഈവൻ ഈ അടുത്ത പോലത്തെ പോലെ ഇന്ന് ലൈവിൽ പോലും നമ്മൾ കണ്ടു, ജെറാൾഡ് സാർ എന്നോടൊരു സംശയം ചോദിച്ചു. നമ്മൾ ഇൻട്രാഡേയിൽ ഒരു ട്രേഡ് എടുത്തതിന് ശേഷം അത് ഡെലിവറിക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഏതായിരിക്കും നമ്മുടെ എൻട്രി പ്രൈസ് ആയിട്ട് കാണിക്കുക എന്ന് വെച്ചാൽ,
സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഇതുവരെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമേ അല്ല. ഞാൻ അങ്ങനെ ഡെലിവറിയിലേക്ക് കൺവെർട്ട് ചെയ്യുള്ളൂ. അപ്പൊ എന്റെ എൻട്രി പേഴ്സ് ഏതാന്ന് പോലും ഞാൻ നോക്കാറില്ലായിരുന്നു. അപ്പോൾ ആ ഒരു സംശയം വന്നപ്പോൾ എനിക്ക് ഉത്തരവില്ല. അപ്പൊ ഞാൻ സ്പോട്ടില് ഒരാളെ വിളിച്ച് ചോദിക്കുകയും ചെയ്തു. ലൈവ് സംശയം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരാളെ വിളിച്ച് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇന്ന പോലെ ഒരു കാര്യമുണ്ട്, അപ്പൊ അത് എങ്ങനെയാണ് എൻട്രി പ്രൈസ് നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും എൻട്രി പ്രൈസ്? അതിന്റെ ഉത്തരം അദ്ദേഹം പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെ ജെറാൾ സാറിനോട് പറയുകയാണ് ചെയ്തത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നേട്ടമുണ്ട്, അല്ലെങ്കിൽ ഞാൻ എവിടെയാണോ സ്കിൽഡ് ആകേണ്ടത് ആ ഏരിയയിൽ മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അതിനപ്പുറത്തേക്കോ അതിനിപ്പുറത്തേക്കുള്ള ഒരു ഏരിയയിലൊന്നും ഞാൻ അധികം ശ്രദ്ധിക്കാറേ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അല്ല, എന്നാൽ എന്നെ സംബന്ധിച്ചോളം മാർക്കറ്റിന്റെ മൂവ്മെന്റ് മനസ്സിലാക്കാൻ ഞാൻ പരമാവധി പഠിക്കും, പരമാവധി ശ്രമിക്കും. അതുപോലെ തന്നെ എന്റെ ക്യാപിറ്റൽ അനുസരിച്ച്, എന്റെ റിസ്ക് മാനേജ്മെന്റ് അനുസരിച്ച് എവിടെയാണ് എൻട്രി എടുക്കേണ്ടത്, എവിടെ എക്സിറ്റ് ചെയ്യണം, ഈ കാര്യത്തിലും ഞാൻ കൃത്യമായിട്ട് ഞാൻ ഫോളോ ചെയ്യാൻ ശ്രമിക്കും. ഇനിയും കൂടുതൽ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ, അറിവുകൾ ഉണ്ടെങ്കിൽ ഞാൻ ആർജിക്കാൻ ശ്രമിക്കുക തന്നെ ചെയ്യും. അതല്ലാതെ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്ക് ഇപ്പോഴും ഞാൻ പോയില്ല. ഇനി ആരും നിർബന്ധിച്ചാലും ഞാൻ പോയില്ല എന്നുള്ളതാണ്. അതായത് കുറച്ചും കൂടെ ബേസിക് മീൻസ് നമ്മുടെ പ്ലാറ്റ്ഫോമിനെ പറ്റി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും നിർത്തി പഠിപ്പിക്കാൻ ശ്രമിക്കുള്ളൂ. കാരണം അതെന്റെ ഭാഗമല്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഈ ഇന്ന് സത്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലാറ്റ്ഫോം പഠിക്കാനായിട്ട് നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട വീഡിയോ നമ്മുടെ മുമ്പിൽ കിട്ടും. എന്തിന് ഞാൻ എന്റെ സമയം അവിടെ സ്പെൻഡ് ചെയ്യണം എന്ന് ഞാൻ നോക്കും. അതായത് ലോകത്തിൽ ഏത് മേഖലയിലാണെങ്കിലും നമുക്ക് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കണമെങ്കിൽ ആ മേഖലയിൽ ആവശ്യമുള്ള കാര്യങ്ങളിൽ സ്കിൽഡ് ആവണം, വൈദഗ്ധ്യം നേടണം. അനാവശ്യമില്ലാത്ത കാര്യങ്ങളിൽ, അതായത് നേരത്തെ നമ്മൾ എക്സാമ്പിൾ എവിടെയോ പറഞ്ഞ പോലെ തന്നെ, ഞാനൊരു കാറ് വാങ്ങുന്നുണ്ടെങ്കിൽ എൻ്റെ ആവശ്യം അത് എനിക്ക് എൻ്റെ സൗകര്യപ്രദമായിട്ടുള്ള സമയത്തിന് എനിക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വണ്ടി എടുക്കുന്നത്. അതിന്റെ ആവശ്യം എനിക്ക് അത്യാവശ്യമുള്ളത് ഡ്രൈവിംഗ് പഠിക്കുക എന്നും, അതുപോലെ തന്നെ ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ പഞ്ചറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടയർ മാറ്റിയിട്ടാണുള്ള ഒരു കണ്ടീഷൻ എടുക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ അത്യാവശ്യം റോഡ് നിയമങ്ങളും റോഡ് മര്യാദകളും പാലിക്കുക എന്നുള്ളത് മാത്രമേ എനിക്കറിയേണ്ടതുള്ളൂ. അതല്ലാതെ അത് ഞാൻ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ എന്തൊക്കെ പ്രവർത്തനത്തിലൂടെയാണ് വണ്ടി മുന്നോട്ട് പോകുന്നത് എനിക്ക് പഠിക്കേണ്ട ആവശ്യകതയില്ല. അതുപോലെ തന്നെ ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്ലച്ച് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എഞ്ചിനകത്തും അതുപോലെ തന്നെ അതിന്റെ ഗിയർ ബോക്സിനകത്തൊക്കെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്നുള്ളത് എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ എന്റെ യാത്ര ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശമെങ്കിൽ, എൻ്റെ ആവശ്യമെങ്കിൽ, അതിന് സഹായിക്കുന്ന കാര്യങ്ങളിലേ ഞാൻ സ്കിൽഡ് ആകേണ്ടതുള്ളൂ, വൈദഗ്ധ്യം നേടേണ്ടതുള്ളൂ. അതിന് സഹായിക്കാത്ത ഒരു കാര്യത്തിൽ ഞാൻ സ്കിൽഡ് ആകുന്നതും വൈദഗ്ധ്യം നേടുന്നതും എൻ്റെ സമയം വെറുതെ കളയുന്നതിന് തുല്യമാണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആകുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ശരിക്ക് സക്സസ് ആകാൻ നമ്മൾ ഈ 3 കാര്യങ്ങളിലെ വൈദഗ്ധ്യം നേടേണ്ടതുള്ളൂ. മാർക്കറ്റിന്റെ ഡയറക്ഷൻ ഏത് മൂവ്മെന്റിലേക്കാണ്, മാർക്കറ്റിന്റെ മൂവ്മെന്റ് ഏത് ഡയറക്ഷനിലേക്കാണെന്ന് മനസ്സിലാക്കുകയും മിനിമം റിസ്കിൽ മാക്സിമം പ്രോഫിറ്റ് കിട്ടാൻ എവിടെ എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ മാത്രമേ വൈദഗ്ധ്യത്തിന്റെ ആവശ്യമുള്ളൂ. അതിനപ്പുറത്തേക്ക് പിന്നെ വൈദഗ്ധ്യം നേടാൻ നമ്മുടെ പ്ലാറ്റ്ഫോം കൃത്യമായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് അഥവാ പ്ലാറ്റ്ഫോം, നമ്മുടെ ആ ഒരു അപ്ലിക്കേഷൻ കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പഠിക്കുക. ഈ 4 കാര്യങ്ങളിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആവേണ്ട ഒരാൾ വൈദഗ്ധ്യം നേടേണ്ടതുള്ളൂ. ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ വൈദഗ്ധ്യം നേടേണ്ടതുണ്ടോ എന്നുള്ളത് സ്വയം ചിന്തിക്കുക. ആ വൈദഗ്ധ്യം നമുക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ടോ എന്ന് പോലും നോക്കുക. ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യാം, ഇല്ലെങ്കിൽ എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യം സ്വയം ചോദിക്കുക. അപ്പൊ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്, വൈദഗ്ധ്യം നേടാതെ വലിയ നേട്ടങ്ങൾക്കായിട്ട് നമ്മൾ സ്വപ്നം കാണുന്നതോ പ്രതീക്ഷിക്കുന്നതോ അത്ര നടക്കുന്ന കാര്യമാണോ എന്ന് പോലും ചിന്തിക്കുക. അതിനുശേഷം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്കിൽഡ് ആകുന്നത് വരെ അഥവാ വൈദഗ്ധ്യം നേടുന്നത് വരെ ചെറിയ ക്യാപിറ്റൽ ഉപയോഗിച്ച് മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവൂ. അത് നമ്മൾ ഇൻട്രാഡേ ചെയ്യുന്നവരാവട്ടെ, സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുന്നവരാവട്ടെ, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നവരാവട്ടെ, അതുപോലെ തന്നെ ഓപ്ഷൻ ചെയ്യുന്നവരാവട്ടെ, ഏത് സെഗ്മെന്റിൽ ട്രേഡിങ്ങോ ഇൻവെസ്റ്റ്മെന്റോ ചെയ്യുന്നവരാവട്ടെ, വൈദഗ്ധ്യം നേടുന്നത് വരെ അഥവാ സ്കിൽഡ് ആകുന്നത് വരെ ചെറിയ ക്യാപിറ്റൽ ഉപയോഗിക്കാവൂ. സ്കിൽഡ് ആകുന്നത് നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് കണ്ടു കഴിഞ്ഞു. ഈ 4 കാര്യങ്ങൾ സ്കിൽഡ് ആവേണ്ടതുള്ളൂ. ഒന്ന്, നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് വളരെ സ്പീഡിലും അതുപോലെ തന്നെ കൃത്യമായിട്ടും സ്പീഡിലും യൂസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതും, ഒരു സ്റ്റോക്കിന്റെ അല്ലെങ്കിൽ ഇൻഡെക്സിന്റെ ഡയറക്ഷൻ മൂവ്മെന്റ് ഏത് ഡയറക്ഷനിലേക്കാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതും, അതിനനുസരിച്ച് മിനിമം റിസ്കിൽ മാക്സിമം പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി എവിടെ എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ പഠിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് വൈദഗ്ധ്യം, ആ 4 ഏരിയയിൽ മാത്രമേ വൈദഗ്ധ്യം നേടേണ്ടതുള്ളൂ. അതുപോലെ തന്നെ ഈ വൈദഗ്ധ്യം നേടുന്നത് വരെ ചെറിയ ക്യാപിറ്റൽ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത്. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന ബിസിനസ്സിനുള്ള ഒരു പ്രത്യേകതകളിൽ ഒന്നാണ്
ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ അനുസരിച്ച് നമുക്ക് വരുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്പോട്ടിൽ നമ്മുടെ കൺമുമ്പിൽ മാറി മറയുന്നത് കാണാൻ പറ്റുമെന്നുള്ളത്. മറ്റ് ബിസിനസ്സിലൊന്നും ഇത്ര ഈസി ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് എത്ര ലോസ് എത്ര എന്ന് തിരിച്ചറിയാൻ അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷെ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചുള്ള ഒരു ട്രേഡ് എടുത്താൽ, അത് ഇൻട്രാഡേക്കാവട്ടെ ഇൻവെസ്റ്റ്മെന്റിനാവട്ടെ എന്തുമാട്ടെ, ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ആ എൻട്രി എടുത്ത നിമിഷം മുതൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന നിമിഷം തോറും ഇതിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് നമ്മൾ കൺമുമ്പിൽ കാണാൻ കഴിയുന്നു എന്നുള്ളത് ഒരു പ്ലസ് പോയിന്റും ഒരു പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു മൈനസ് പോയിന്റും കൂടെയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് കാണുമ്പോൾ ഉണ്ടാകുന്ന ഇമോഷൻസ് ആണ് ആ ട്രേഡ് എവിടെ എക്സിറ്റ് ചെയ്യണം നമ്മൾ തീരുമാനിക്കുന്നത്. ആ എക്സിറ്റ് ആണ്, അതായത് ഒരു ട്രേഡ് ഇൻട്രാഡേക്കാവട്ടെ സ്വിംഗ് ട്രേഡിങ്ങിനാവട്ടെ ഇൻവെസ്റ്റ്മെന്റിനാവട്ടെ, ഒരു ട്രേഡ് എൻട്രി എടുത്തു കഴിഞ്ഞാൽ എവിടെ എക്സിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ആ ട്രേഡിന്റെ റിസൾട്ട് എന്താണെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ആ എൻട്രി എടുത്തതിന് ശേഷം ഇതിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മുടെ കൺമുമ്പിൽ കാണുമ്പോൾ അത് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ്, അതാണ് നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നിശ്ചയിക്കുന്നത്. അപ്പോൾ ആ ഒരു വൈദഗ്ധ്യം നേടുന്നവരെ കൃത്യമായിട്ടുള്ള സിസ്റ്റം ഫോളോ ചെയ്ത് എക്സിറ്റ് ചെയ്യേണ്ട സമയത്ത്, അത് പ്രോഫിറ്റിലാവട്ടെ ലോസിലാവട്ടെ, എക്സിറ്റ് ചെയ്യേണ്ട സമയത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എത്രയെന്ന് നോക്കാതെ കൃത്യമായിട്ട് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു ശേഷി ആർജിക്കുന്നത് വരെ ചെറിയ ക്യാപിറ്റൽ. കാരണം നമ്മളെ സംബന്ധിച്ചോളം ഈ ഇമോഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ് കയറി ഇറങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇമോഷൻസ് പല റോങ് ഡിസിഷൻസും ആവശ്യമില്ലാത്ത തീരുമാനങ്ങളും സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മളെ കൊണ്ട് എടുപ്പിക്കും. അത് കൃത്യമായിട്ട് തീരുമാനമെടുക്കാനുള്ള ശേഷി ആർജിക്കുന്നത് വരെ, വീണ്ടും പറയുന്നു, വെറുതെ ശേഷി ആവില്ല, അത് നിരന്തരമായിട്ട് ചെയ്യുമ്പോൾ, നമ്മളത് പ്രായോഗിക തലത്തിൽ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് എക്സ്പീരിയൻസ് അഥവാ വൈദഗ്ധ്യം നേടുന്നത്. അപ്പോൾ ആ വൈദഗ്ധ്യം കിട്ടാനാണ് തുടക്കത്തിൽ ചെറിയ ക്യാപിറ്റൽ മാത്രം. അപ്പൊ നമുക്കറിയാം വരുന്ന പ്രോഫിറ്റും ലോസും ചെറുതായിരിക്കും, ആ ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ അനുസരിച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ചെറിയ ക്യാപിറ്റൽ ഉപയോഗിച്ച് നമ്മൾ ട്രേഡിങ്ങോ ഇൻവെസ്റ്റ്മെന്റോ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രോഫിറ്റും ലോസും നമ്മുടെ മൈൻഡിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് അത്ര അളവിലേ ഉണ്ടാകുള്ളൂ. അപ്പൊ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് എൻട്രിയും എക്സിറ്റും ഫോളോ ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും, പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, നമുക്ക് വൈദഗ്ധ്യം നേടാൻ പറ്റും. അതുവരെ ചെറിയ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് ചെയ്യാവൂ. അതല്ല, നമ്മൾ പലപ്പോഴും ക്യാപിറ്റൽ കൂടുതൽ ഉപയോഗിക്കുന്നതിന്റെ പ്രധാന കാരണം പണം ആവശ്യമുള്ളത് കൊണ്ടാണ്. നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് പണം ആവശ്യമായിട്ട് വരും, അത് സ്റ്റോക്ക് മാർക്കറ്റിലാവട്ടെ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ആവശ്യത്തിനാവട്ടെ, നമുക്ക് പെട്ടെന്ന് കുറച്ച് പണം ഉണ്ടാക്കേണ്ട ആവശ്യം വരുമ്പോഴാണ് പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ പ്രയോഗിച്ചു വരുന്നത്. പക്ഷേ ലോകത്തിൽ ഒരു മേഖലയിലും വൈദഗ്ധ്യം നേടുന്നതിന് മുമ്പേ നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് നേടാൻ കഴിഞ്ഞിരുന്നിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വൈദഗ്ധ്യം നേടുന്നവരെ ചെറിയ ക്യാപിറ്റൽ ഉപയോഗിക്കാവൂ. ആ ക്യാപിറ്റൽ മുഴുവൻ നഷ്ടപ്പെടേണ്ടി വന്നാൽ പോലും നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ സ്കിൽഡ് ആകുന്നത് വരെ, വൈദഗ്ധ്യം നേടുന്നവരെ ചെറിയ ക്യാപിറ്റൽ ഉപയോഗിക്കുക. അപ്പോൾ വൈദഗ്ധ്യം നേടാൻ നമുക്ക് 3 സ്റ്റെപ്പിലൂടെ കടന്നുപോയേ പറ്റൂ. ലോകത്തിലെ ഏതൊരു മേഖലയിലാണെങ്കിലും വൈദഗ്ധ്യം, സ്കിൽ ആർജിക്കാൻ 3 സ്റ്റെപ്പിലൂടെ കടന്നുപോയേ പറ്റുള്ളൂ. 3 സ്റ്റെപ്പിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ വൈദഗ്ധ്യം നേടാൻ നമുക്ക് കഴിയുകയുള്ളൂ. എവിടെയും സ്റ്റോക്ക് മാർക്കറ്റ് ഉൾപ്പെടെ ലോകത്തിൽ എന്തൊരു മേഖലയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാലും ഈ 3 സ്റ്റെപ്പിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ നമുക്ക് വൈദഗ്ധ്യം നേടാൻ കഴിയുകയുള്ളൂ. അതിലെ ഒന്നാമത്തെ സ്റ്റെപ്പാണ്, ഒരു തുടക്കക്കാരൻ എന്ന രീതിയിൽ എല്ലാവരും കടന്നു പോകുന്ന ഒരു സ്റ്റെപ്പാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ. അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു കാര്യത്തിന്റെയും ബേസിക് ലെവൽ പഠിക്കുന്നതിനെ, അടിസ്ഥാനപരമായിട്ടുള്ള അടിസ്ഥാന കാര്യങ്ങൾ ബേസിക് ലെവൽ പഠിക്കുന്നതിനെയാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്ന് പറയുന്നത്. അത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ആണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നും എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിൽ സംഭവിക്കുന്നത്, എന്താണ് ഇവിടെ നടക്കുന്നത് എന്നും, അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെയാണ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പങ്കാളികളാകേണ്ടതെന്നും, എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിലെ വിവിധമായ സെഗ്മെന്റ്, ഇൻട്രാഡേ എന്താണ്, സ്വിംഗ് ട്രേഡിംഗ് എന്താണ്, ഷോർട്ട് ടേം ട്രേഡിംഗ് എന്താണ്, ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുകയും അതുപോലെ തന്നെ എന്താണ് ഫ്യൂച്ചർ, എന്താണ് ഓപ്ഷൻസ്, അതുപോലെ തന്നെ എന്താണ് ഹെഡ്ജിങ്, എന്താണ് ഓപ്ഷൻ ബൈയിങ്, എന്താണ് ഓപ്ഷൻ സെല്ലിങ്, എന്താണ് ഫ്യൂച്ചർ ബൈയിങ്, എന്താണ് ഷോർട്ട് സെല്ല്, ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയും പിന്നെ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം നമ്മൾ ഉപയോഗിക്കുന്ന ഏഞ്ചൽ വൺ ആവട്ടെ, സെറോദ ആവട്ടെ, ജിയോജിത്ത് ആവട്ടെ, ആക്യുമെൻസ് ആവട്ടെ, അങ്ങനെയുള്ള ഏത് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആണെങ്കിലും അത് ഉപയോഗിക്കാൻ പഠിക്കുകയും ചെയ്യുന്ന ലെവൽ, അതുപോലെ തന്നെ എന്താണ് ഷെയർ, അതുപോലെ തന്നെ എന്താണ് ഇത്തരം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന ലെവൽ
ലെവലാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ. ഈ അണ്ടർസ്റ്റാൻഡിങ് ലെവലിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് എക്സൈറ്റ്മെന്റ് ആയിരിക്കും, വളരെ ആകാംക്ഷയായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ പഠിക്കാൻ ഈ ലെവൽ കടന്നു കിട്ടാൻ നമുക്ക് വളരെ വളരെ ആഗ്രഹം ഉണ്ടായിരിക്കും, നമുക്ക് വളരെ സന്തോഷമായിരിക്കും ഈ ഒരു ലെവലില്. കാരണം പഠിക്കുന്ന ലെവൽ കാരണം നമ്മൾ പഠിക്കുന്നത് സമ്പത്ത് ഉണ്ടാക്കാനും വരുമാനം ഉണ്ടാക്കാനും അതുപോലെ തന്നെ പണം സമ്പാദിക്കാനാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പഠിക്കുന്ന ലെവൽ നമ്മൾ ആർജവത്തോടു കൂടി അല്ലെങ്കിൽ നല്ല എന്തൂസിയാസത്തോടു കൂടി നമ്മൾ എനർജറ്റിക് ആയിട്ട് ഈ ലെവലിലൂടെ നമ്മൾ കടന്നു പോകും. ഈസിയാണ്. ഈ ഒന്നാമത്തെ ലെവൽ കടന്നു പോകാൻ വളരെ ഈസിയാണ്. ഈ ലെവലിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കകളും ഉണ്ടാവില്ല, ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. പക്ഷേ സെക്കൻഡ് സ്റ്റേജ് ഇംപ്ലിമെന്റേഷൻ ലെവൽ എന്ന് പറയുന്ന ഈ സെക്കൻഡ് സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ, ഇംപ്ലിമെന്റേഷൻ ലെവൽ എന്ന് പറയുന്ന ഈ സെക്കൻഡ് സ്റ്റേജിലേക്ക് കടക്കുമ്പോഴാണ് ഏറ്റവും വലിയ പരീക്ഷണ ഏരിയയാണ് ഈ ഇംപ്ലിമെന്റേഷൻ ലെവൽ എന്ന ഈ സെക്കൻഡ് സ്റ്റേജ്. അതായത് തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങിയിരിക്കുന്ന 90% ആളുകളും അവർ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു സക്സസ് നേടാൻ കഴിഞ്ഞിട്ടുള്ളവരല്ല എന്ന് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു. അതിന്റെ പ്രധാന റീസൺ ഈ 90% ആളുകളും വൈദഗ്ധ്യം നേടിയിരിക്കുന്നത് മാർക്കറ്റിൽ സക്സസ് ആകാനുള്ള മെത്തേഡുകളിലോ അല്ലെങ്കിൽ സ്ട്രാറ്റജികളിലോ അല്ല. ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന അവർക്ക് കിട്ടിയിരിക്കുന്ന അറിവ് വെച്ചിട്ട് പ്രാക്ടീസ് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചോളം ഇംപ്ലിമെന്റേഷൻ ലെവലിൽ കടന്നു കിട്ടുക എന്നുള്ളതാണ് 90% ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പരീക്ഷണ ഏരിയ അല്ലെങ്കിൽ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. കാരണം ഇംപ്ലിമെന്റേഷൻ ലെവലിലാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഒരു ആളുകൾക്കൊക്കെ ഒരു ചിന്ത വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ വളരെ പെട്ടെന്ന് സക്സസ് ആവും, അല്ലെങ്കിൽ എനിക്ക് വളരെ പെട്ടെന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വരുമാനവും സമ്പത്തും നേടാൻ പറ്റുമെന്നൊരു ചിന്ത ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിലേക്ക് വരും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, അതായത് നമ്മൾ ഇത് ബേസിക് പഠിക്കുന്ന കാലഘട്ടത്തെ നമ്മൾ ചെറിയ ക്യാപിറ്റൽ ഉപയോഗിച്ചൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന് നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് പലപ്പോഴും വന്നിട്ടുണ്ടാവും, ലോസും വന്നിട്ടുണ്ടാവും. പക്ഷെ ലോസ് വരുമ്പോഴൊക്കെ നമുക്കറിയാം, നമ്മൾ സ്വയം തിരിച്ചറിയും ഇത് എന്റെ മിസ്റ്റേക്ക് കൊണ്ട് വന്ന ലോസ് ആണ്, ഈ മിസ്റ്റേക്ക് ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ, ഈ മിസ്റ്റേക്ക് എനിക്ക് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഈ ട്രേഡും എനിക്ക് പ്രോഫിറ്റിലായനെ എന്നൊരു ചിന്ത നമുക്ക് വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലായി ഈ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പായ ഇംപ്ലിമെന്റേഷൻ ലെവലിലേക്ക് കടന്നെത്തുമ്പോൾ നമുക്കൊക്കെ വലിയ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായിരിക്കും. ഈ ലെവലിൽ നമുക്ക് എത്രയും പെട്ടെന്ന് കുറച്ചധികം പണവും വരുമാനവും സമ്പത്തും ഉണ്ടാക്കാനുള്ള ഒരു ചിന്ത, ഒരാഗ്രഹം നമ്മളിലേക്ക് സ്വാഭാവികമായിട്ടും വന്നു ചേരും, ഒരു സംശയമില്ല. കാരണം നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞല്ലോ, എന്താണെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഓട്ടോമാറ്റിക്കലി ഇംപ്ലിമെന്റേഷൻ ലെവലിൽ എത്തുമ്പോൾ വരുമാനം ആഗ്രഹിക്കുന്നു, സമ്പത്ത് വർദ്ധിക്കാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ സക്സസ് ആഗ്രഹിക്കുന്നു. പക്ഷേ ഇവിടെയാണ് 90% ആളുകൾക്കും ചുവട് പിഴയ്ക്കുന്നത്. കാരണം അണ്ടർസ്റ്റാൻഡിങ് ലെവലിലും എക്സ്പെർട്ടൈസ് ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വൈദഗ്ധ്യം നേടിക്കഴിഞ്ഞിട്ടുള്ള ഒരു ലെവല്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു, എനിക്കൊരു കാർഡിയോളജിസ്റ്റ് ആവണമാണ് എന്ന ആഗ്രഹമെങ്കിൽ ഞാൻ ആ മെഡിസിൻ പഠിച്ചു കഴിഞ്ഞ്, അതായത് മെഡിസിൻ ആ ഡിഗ്രി എടുത്തു കഴിഞ്ഞ് കാർഡിയോളജിസ്റ്റിന്റെ ആ ഒരു ഡിഗ്രിയിലേക്ക് എടുത്തു കഴിഞ്ഞ് അവിടെ നല്ല രീതിയിൽ പാസ്സായി എനിക്ക് അവിടുന്ന് ആ ഒരു ഡിഗ്രി കിട്ടി, ഞാൻ അവിടുന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് നല്ല മാർക്കുകളും നല്ല രീതിയിലുള്ള ഒരു സക്സസും ആ അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ ഉണ്ടായി കഴിയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ ഞാൻ നല്ലൊരു ഹോസ്പിറ്റലിൽ നല്ലൊരു കാർഡിയാക് സർജന്റെ കൂടെ അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റിന്റെ കൂടെ എനിക്ക് ഒരു ഒരു അസിസ്റ്റന്റ് ആയിട്ടോ അല്ലെങ്കിൽ ട്രെയിനി ആയിട്ടോ എനിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടും. അപ്പോൾ ആ ലെവൽ കടന്നപ്പോൾ ഞാൻ ഒരു പരിധി വരെ സക്സസ് ആയിട്ടുള്ളൂ. പക്ഷേ എനിക്കത് പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റ് ചെയ്ത് സക്സസ് ആവണമെങ്കിൽ ഈ രണ്ടാമത്തെ ലെവലിൽ ഒരു കാർഡിയോളജിസ്റ്റിന്റെ കീഴിൽ വർഷങ്ങളുടെ അനുഭവ സമ്പത്ത് ആർജിച്ചെങ്കിൽ മാത്രമേ എനിക്ക് സ്വയം പര്യാപ്തത അല്ലെങ്കിൽ സ്വന്തം കാലിൽ ഒരു കാർഡിയോളജിസ്റ്റ് ആയി മാറി രോഗികളൊക്കെ ട്രീറ്റ് ചെയ്ത് നല്ല റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഈ രണ്ടാമത്തെ ലെവലില് അപാരമായിട്ടുള്ള കഴിവും ക്ഷമയും പ്രാക്ടീസും ഉണ്ടെങ്കിൽ മാത്രമേ ഈ എക്സ്പെർട്ടൈസ് ലെവലിലേക്ക് ഞാൻ എത്തുകയുള്ളൂ. അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചോളം അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ എത്തുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഈസി ആയിട്ട് ആ കടമ്പ കഴിയും. പക്ഷെ രണ്ടാമത്തെ കടമ്പ എത്ര കാലമുണ്ട് എന്ന് നമുക്ക് അറിയില്ല. നമ്മൾ എന്നാണ് ഈ ഇംപ്ലിമെന്റേഷൻ ലെവൽ കഴിഞ്ഞിട്ട് എക്സ്പെർട്ടൈസ് ലെവലിലേക്ക് എത്തുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതാണ് ഈ ലെവലിൽ വെച്ചിട്ട് 90% ആളുകളും പിന്മാറുന്നതിന്റെ മറ്റൊരു കാരണവും. നമ്മൾ ചിന്തിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇവിടെ സക്സസ് ആണ് അല്ലെങ്കിൽ നമ്മൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിലൊരു സക്സസ് ഇവിടെ കിട്ടുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് പിന്മാറുന്നു. അതായത് ഇംപ്ലിമെന്റേഷൻ ലെവലാണ്
ഈ 3 കാലഘട്ടത്തിലും ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് ലെവലും എക്സ്പെർട്ടൈസ് ലെവലും ഇംപ്ലിമെന്റേഷൻ ലെവലും ഈ 3 കാലഘട്ടത്തിൽ എടുത്താൽ ഏറ്റവും അധികം ടൈം എടുക്കുന്ന ഏരിയ ആണ് ഇംപ്ലിമെന്റേഷൻ ലെവൽ. അതുപോലെ തന്നെ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള വേദനാജനകമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇംപ്ലിമെന്റേഷൻ ലെവലിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരിക. അതായത് ഇവിടെ നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ പ്രതീക്ഷിച്ച് ചെയ്യുന്ന ട്രേഡുകളൊക്കെ ഒരു പക്ഷേ റിസൾട്ട് നെഗറ്റീവായി മാറും. എന്നാൽ നമുക്ക് ഒരു പ്രതീക്ഷയില്ലാത്ത ട്രേഡുകൾ നല്ല റിസൾട്ടിലേക്ക് വരും. അപ്പൊ നമ്മൾ ആശങ്കാകുലരാകും. കാരണം അപ്പൊ ഞാൻ ചെയ്തതല്ലേ ശരി, അപ്പോൾ ഈ രീതിയിൽ ചെയ്യണമായിരുന്നോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് അതുവരെ ചെയ്ത രീതിയിൽ ഒന്ന് മാറ്റം വരുത്തി കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ ട്രേഡ് പ്രോഫിറ്റ് എന്ന ശൈലിയിലേക്ക് നമ്മൾ അങ്ങ് മാറും. ഓട്ടോമാറ്റിക്കലി അതും നെഗറ്റീവിലേക്ക് പോകും, വീണ്ടും കൺഫ്യൂഷൻ ആവും. അതായത് ഈ ഇംപ്ലിമെന്റേഷൻ ലെവലിൽ കൃത്യമായിട്ട് നമ്മുടെ കയ്യിലേക്ക്, അതായത് മാർക്കറ്റിന്റെ മൂവ്മെന്റ് ഏത് ഡയറക്ഷനിലേക്കാണ്, എവിടെ എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു ഈ 3 കാര്യങ്ങളിലുള്ള എക്സ്പെർട്ടൈസ് ലെവലിൽ എത്തുന്നവരെ ഒരുപാട് മിസ്റ്റേക്കുകളിലൂടെയും ഒരുപാട് തെറ്റായ വഴികളിലൂടെയും ഒരുപാട് റോങ് ഡിസിഷനിലൂടെയും നമ്മൾ കടന്നു പോകും ഈ ഇംപ്ലിമെന്റേഷൻ ലെവലിലൂടെ. അപ്പോൾ ഈ ഇംപ്ലിമെന്റേഷൻ ലെവലിൽ എപ്പോഴാണ് നമ്മൾ എക്സ്പെർട്ടൈസ് ലെവലിലേക്ക് എത്തുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രേഡ് എൻട്രി, ഇൻവെസ്റ്റ്മെന്റിനാവട്ടെ, ഇൻട്രാഡേക്കാവട്ടെ, സ്വിംഗ് ട്രേഡിങ്ങിനാവട്ടെ, എന്തിനുമാവട്ടെ, ഒരു ട്രേഡ് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ P&L, പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് നോക്കാതെ നമ്മുടെ സിസ്റ്റം അനുസരിച്ച് അത് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു ശേഷി ആർജിക്കുകയും, അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വരുന്ന പ്രോഫിറ്റോ ലോസോ അതിനെ ഒന്നും നമ്മുടെ മൈൻഡിനെ സ്വാധീനിക്കാതെ ഇത് ഞാൻ ചെയ്യുന്ന ഏതൊരു ജോലിക്കും ഒരു റിസൾട്ട് ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് യാത്ര ചെയ്യണം എന്നുള്ളതെങ്കിൽ അതിനൊരു റിസൾട്ട് ഉണ്ടോ, എന്നെങ്കിൽ ഞാൻ പോകുന്ന പുറപ്പെട്ട സ്ഥലത്ത് തന്നെ തിരിച്ചെത്തും, അല്ലെങ്കിൽ പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് എവിടെയെങ്കിലും വഴി മുടങ്ങാം, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്താം. ഇങ്ങനെ ഒരു റിസൾട്ട് അത് ഓട്ടോമാറ്റിക്കാണ്. ഞാനൊരു കാര്യം തുനിഞ്ഞിറങ്ങിയാൽ, ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനൊരു റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് സത്യമാണ്. അതുപോലെ തന്നെയാണ് ട്രേഡ്. ഞാനൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ അതിനൊരു റിസൾട്ട് ഉണ്ടാവും. ഒന്നെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ലോസ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രോഫിറ്റും ലോസും ഇല്ലാതെ അങ്ങനെ അത് ഒരു ഹോൾഡായി നിൽക്കുന്ന പരിമായിരിക്കാം. എന്താണെങ്കിലും ഇമോഷൻസ് ഇല്ലാതെ ആ ഒരു എൻട്രിയെ നമുക്ക് എക്സിറ്റിലേക്ക് എത്തിക്കാനുള്ള ഒരു ശേഷിയാണ് എക്സ്പെർട്ടൈസ് ലെവൽ. ഇമോഷൻസ് ഇല്ലാതെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇത് ഏതൊരു ജോലിയും പോലെ തന്നെ സ്വാഭാവികമായിട്ട് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആർജിക്കുക, ഒരു സ്കിൽ ആർജിക്കുക എന്നാണ് എക്സ്പെർട്ടൈസ് ലെവല്. അപ്പോൾ ഈ എക്സ്പെർട്ടൈസ് ലെവലിൽ എത്തുന്ന സമയത്ത്, അതായത് ഈ ഇംപ്ലിമെന്റേഷൻ ലെവലിലൂടെ കടന്നു പോകുമ്പോഴാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് തൊട്ടു മുമ്പേ പറഞ്ഞ കാര്യം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ക്യാപിറ്റൽ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്ന ഈ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഈ ഇംപ്ലിമെന്റേഷൻ ലെവൽ എന്ന് കടന്നു കഴിയുന്നത് വരെയാണ്. ഈ ഇംപ്ലിമെന്റേഷൻ ലെവൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. കാരണം അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിൽ നിന്നും എക്സ്പെർട്ടൈസ് ലെവലിൽ എത്തിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ പോലും ഈ 2 ലെവലിലും ഒരാൾ പോലും സ്റ്റോക്ക് മാർക്കറ്റ് എന്ന ഈ മേഖലയിൽ നിന്നും പിന്മാറിയ ചരിത്രം ഉണ്ടാവില്ല. അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിലാവട്ടെ, എക്സ്പെർട്ടൈസ് ലെവലിലാവട്ടെ. പിന്നീട് ഈ ലെവലിൽ നിന്ന് പിന്മാറുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും സാഹചര്യങ്ങൾ, ട്രേഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം, അല്ലെങ്കിൽ അതിന് ഫാമിലിയുമായിട്ട് അല്ലെങ്കിൽ പേഴ്സണലായിട്ട് അതിന് പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിൽ നിന്നും എക്സ്പെർട്ടൈസ് ലെവലിൽ നിന്നും നമ്മൾ പിന്മാറുകയുള്ളൂ. പക്ഷേ ഈ ഇംപ്ലിമെന്റേഷൻ ലെവലിലാണ് ആളുകളുടെ പിന്മാറ്റം മുഴുവൻ നടക്കുന്നത്. ഇതാണ് നമ്മൾ 90% ആളുകളും പിന്മാറിയ മേഖലയാണ്. അതുകൊണ്ട് പിന്മാറാതെ ഇരിക്കണമെങ്കിൽ ഈ ഇംപ്ലിമെന്റേഷൻ ലെവൽ കടന്നു കഴിയുന്നത് വരെ ചെറിയ ക്യാപിറ്റൽ ഉപയോഗിച്ച് പ്രാക്ടീസ് മാത്രം. ഈ ലെവലിൽ വരുമാനം പ്രതീക്ഷിക്കരുത്. കിട്ടാം, പ്രോഫിറ്റ് ലഭിക്കാം, പക്ഷെ ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറണം. ആ പ്രോഫിറ്റ് നമുക്കുള്ളതാണ്, പക്ഷെ അത് നമ്മുടെ എക്സ്പെർട്ടൈസിന് കിട്ടുന്ന പ്രതിഫലമല്ല. അത് പ്രാക്ടീസ് സമയത്ത് നമുക്ക് കിട്ടുന്ന എന്താ പറയുന്നത്, അതിന്റെ ചെറിയ രീതിയിലുള്ള അലവൻസ് ആണെന്ന് തിരിച്ചറിയാം. എക്സ്പെർട്ടൈസ് ലെവലിൽ കിട്ടുന്ന വലിയ സമ്പത്തല്ല ഇംപ്ലിമെന്റേഷൻ ലെവലിൽ. ഇവിടെ വരവും പോക്കും എല്ലാം സംഭവിച്ചിരിക്കും. അപ്പോൾ ഇംപ്ലിമെന്റേഷൻ ലെവൽ എന്ന പ്രധാന കടന്ന് കഴിയുന്നത് വരെ, അതായത് ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യാൻ ഒരു ഇമോഷൻസും ഇല്ലാതെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് അത് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു ശേഷി ആർജിക്കുന്ന ലെവലാണ് എക്സ്പെർട്ടൈസ് ലെവൽ. ആ എക്സ്പെർട്ടൈസ് ലെവലിൽ എത്തുന്നത് വരെ ചെറിയ ക്യാപിറ്റൽ ഉപയോഗിച്ച് പിടിച്ചു നിന്ന് ട്രേഡ് ചെയ്തെങ്കിൽ മാത്രമേ, ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇവിടെ ഒരു ഭാവിയുള്ളൂ എന്ന് തിരിച്ചറിയാം. കാരണം നമ്മളൊന്നും പെട്ടെന്ന് ഉപേക്ഷിച്ച് പോകാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവരല്ല. നമുക്ക് ആവശ്യമുള്ള സമ്പത്ത് അത് എത്രയാവട്ടെ, ഒരു 50 ലക്ഷം ആവട്ടെ, 50 കോടി ആവട്ടെ, 500 കോടി ആവട്ടെ, 5000 കോടി ആവട്ടെ, നമുക്ക് ആവശ്യമുള്ള സമ്പത്ത് നേടിത്തരാനുള്ള പൊട്ടൻഷ്യൽ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. പക്ഷേ ആ സമ്പത്ത് നേടാനുള്ള ശേഷി
നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. കാരണം ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ 50,000 രൂപ വരുമാനം ഉണ്ടാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 5 കോടി വരുമാനം ഉണ്ടാക്കണമെങ്കിൽ ശേഷി വർദ്ധിപ്പിച്ചേ മതിയാവൂ, വൈദഗ്ധ്യം നേടിയേ മതിയാവൂ. ആ ശേഷി സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിൽ പോലും നമുക്ക് ആവശ്യമുള്ള വരുമാനം നേടിത്തരാൻ സ്റ്റോക്ക് മാർക്കറ്റിന് ശേഷിയുണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്. അത് സ്വീകരിക്കാനുള്ള ശേഷി നമ്മൾ ആർജിക്കുന്നത് വരെ, എക്സ്പെർട്ടൈസ് ലെവൽ എത്തുന്നത് വരെ ചെറിയ ക്യാപിറ്റൽ ഉപയോഗിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെന്റും ചെയ്യാവൂ. ഈ ഒരു പാഠം നമ്മൾ ഒരു കാരണവശാലും മറക്കരുത്. കാരണം ഇത് മറന്നാൽ നമ്മുടെ പിന്മാറ്റത്തിന്റെ, നമ്മുടെ പുറകോട്ടുള്ള ചലനത്തിന്റെ, നമ്മളുടെ പിന്മാറ്റത്തിന്റെ തുടക്കമായി എന്നർത്ഥം. ഇത് മറന്നില്ലെങ്കിൽ, ഇത് ഫോളോ ചെയ്യും എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മൈൻഡ് സെറ്റ് പ്രോഫിറ്റ് മൈൻഡ് സെറ്റ് ആയിരിക്കണം. അതായത് ചിന്ത, നമ്മൾ തോമസ് സാറിന്റെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും വ്യക്തമായിട്ടും പഠിച്ചൊരു കാര്യമുണ്ട്. ചിന്തകളുടെ എണ്ണം കൂടുന്തോറും, ചിന്തകളുടെ എണ്ണം കൂടുന്തോറും എന്ത് തരം ചിന്തകളാണോ നമ്മുടെ മനസ്സിൽ കൂടുതൽ പ്രവർത്തിക്കുന്നത്, ആ ചിന്ത നമ്മളുടെ റിസൾട്ടിനെ ബാധിക്കുമെന്നുള്ളത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ ലോസ് ഇല്ലാതെ എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ള ഭാഗം പോലും വരരുത്, ലോസ് എന്ന ഭാഗം പോലും വരരുത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പ്രോഫിറ്റ് മൈൻഡ് സെറ്റ് പ്ലസ് പോസിറ്റീവ് മൈൻഡ് സെറ്റ്, പ്രോഫിറ്റ് മൈൻഡ് സെറ്റ് പ്ലസ് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആയിരിക്കണം സ്റ്റോക്ക് മാർക്കറ്റിൽ ഉൾപ്പെടെ നമ്മളുടെ ജീവിതത്തിൽ അടിമുടി നമുക്ക് ഉണ്ടാവേണ്ടത്. എപ്പോഴും മണി മൈൻഡ് സെറ്റ്, പ്രോഫിറ്റ് മൈൻഡ് സെറ്റ്, പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആയിട്ടായിരിക്കണം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഓരോ നിമിഷവും നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതല്ലാതെ ഈ ആശങ്കയുള്ള, ടെൻഷനുള്ള, ഇത് ശരിയാവുമോ, ഇത് നഷ്ടപ്പെടുമോ എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയാണ് നമ്മുടെ പ്രവർത്തനം അല്ലെങ്കിൽ നമ്മുടെ ചിന്ത എന്നെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ സക്സസ് നേടാൻ സാധിക്കില്ല. അപ്പൊ എപ്പോഴും പോസിറ്റീവ് മൈൻഡ് സെറ്റ് പ്ലസ് പ്രോഫിറ്റ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലെ നമ്മളുടെ ഡിസിഷൻസ്, നമ്മളുടെ തീരുമാനങ്ങളാണ് നമ്മളുടെ ഭാവി നിശ്ചയിക്കുന്നത്. അതായത് ഒരു ട്രേഡ് എൻട്രി എടുക്കുന്നത് എവിടെ എന്നുള്ള തീരുമാനവും അതിനുശേഷം എക്സിറ്റ് ചെയ്യുന്നത് എവിടെ, അത് ലോസിലാണെങ്കിൽ ലോസിൽ ലിമിറ്റ് ചെയ്തുകൊണ്ട് എവിടെ എക്സിറ്റ് ചെയ്യണം, പ്രോഫിറ്റിലാണെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് എങ്ങനെ ഏൺ ചെയ്യണം, ഈ പ്രോഫിറ്റിൽ എക്സിറ്റ് അല്ലെങ്കിൽ ലോസിൽ എക്സിറ്റ് ചെയ്യാനുള്ള തീരുമാനമാണ് നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത് തിരിച്ചറിയാം. ആ തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷി, മൈൻഡ്, മാനസികമായിട്ട് അതിന്റെ ശേഷി ആർജിച്ചെടുക്കുക എന്നുള്ളതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആവാനുള്ള കാര്യം. അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏകദേശം 85-90% മനസ്സാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മളെ ഈ സക്സസ് ആക്കുന്നത്. ബാക്കി 15-20% മാത്രമേ മെത്തേഡുകളും സ്ട്രാറ്റജികളും അതുപോലെ തന്നെ ഈ പേരിട്ട് വിളിക്കുന്ന എന്തും നമ്മളെ സഹായിക്കുള്ളൂ. അപ്പോൾ ഈ സ്ട്രാറ്റജികളും മെത്തേഡുകളും അതുപോലെ തന്നെ അറിവുകളും എക്സ്പീരിയൻസ് ഒക്കെ ഈ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിനെയാണ് നമുക്ക് ഇംപ്രൂവ് ചെയ്യുള്ളൂ. അതല്ലാതെ തീരുമാനങ്ങൾ, ഈ സ്ട്രാറ്റജി മെത്തേഡൊക്കെ ഉണ്ടായത് കൊണ്ട് കഴിവ് ഉണ്ടായിക്കൊള്ളുന്നില്ല, തീരുമാനം എടുക്കാനുള്ള കഴിവ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ അതിനേക്കാൾ ഉപരി പോസിറ്റീവ് ആൻഡ് പ്രോഫിറ്റ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം നമുക്ക് മുന്നോട്ട് പോകേണ്ടത്.